ശബരിമലയിലെ കൂടുതൽ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ദിലീപ് കുമാർ, ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട അപേക്ഷ SIT കോടതിയിൽ സമർപ്പിക്കുന്നത്. ആ കസ്റ്റഡി അപേക്ഷയിലാണ് ശബരിമലയിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള കണ്ടെത്തൽ അത് ഇതുമായി ബന്ധപ്പെട്ട് SIT നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ആ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ചെന്നൈ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അതേപോലെ തന്നെ മുഖാന്തരം ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികൾ, കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളികൾ, കട്ടിളയ്ക്ക് മുകളിലുള്ള പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളികളിലും പതിച്ചിരുന്ന സ്വർണവും, ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികളിലും പില്ലർ പ്ലേറ്റുകളിലും പതിച്ചിരുന്ന സ്വർണവും ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഈ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ മനസ്സിലായി എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്ന കാര്യം. മാത്രമല്ല, ഈ പങ്കജ് ഭണ്ഡാരി പണിക്കൂലിയായി സ്വർണം എടുത്തിട്ടുണ്ടെന്നും ആ എടുത്ത സ്വർണത്തിന് തുല്യമായി ഈ നേരത്തെ അവിടെ പോയി തെളിവെടുപ്പിന്റെ ഭാഗമായി 109.243 ഗ്രാം സ്വർണം അത് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ നമ്മളുടെ മുൻപിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ്വാരപാലകങ്ങളിലെ സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും മാത്രം അവിടെ കൊണ്ടുപോയി നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി അവിടേക്ക് കൊണ്ടുപോവുകയും അത് കൊള്ളയടിച്ചു എന്നുള്ളതുമാണ്. എന്നാൽ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ചില വിവരങ്ങൾ, ചില രേഖകളടക്കമുള്ള കാര്യങ്ങൾ, കൂടുതൽ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ശബരിമലയിലെ പരിശോധന നടത്തി SIT ശേഖരിച്ചത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കൂടിയാണ് കസ്റ്റഡി അപേക്ഷയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അതായത് കേവലം അത് ഈ 2 കാര്യങ്ങൾ മാത്രമല്ല, ഈ പ്രഭാമണ്ഡലത്തിലെ സ്വർണം കൊള്ളയടിച്ചു, 7 പാളികളിലെ സ്വർണം നഷ്ടമായി, കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളിരൂപം എന്നിവയിലെ സ്വർണവും നഷ്ടമായി എന്നുള്ള കാര്യം അത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് SIT. ഏതായാലും SIT ഇക്കാര്യത്തിലെ തുടർ നീക്കങ്ങൾ നിർണായകമായി മാറും. മാത്രമല്ല, ഈ പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അടുത്ത ഘട്ട റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി കോടതിയിൽ കൈമാറാനായിരിക്കും SIT ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ SIT നീക്കം നടത്തുക.